ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാ ഇപ്പോഴും ഇവിടെ അവശേഷിക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിച്ചിട്ടില്ല എന്ന് സൈന്യം അസന്നിഗ്ധമായി പറയുകയാണ്. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഭീകരതയ്ക്കെതിരായ പോരാട്ടം തുടരും. പാകിസ്ഥാൻ അതിനെ ഭീകരതയ്ക്കെതിരായ പോരാട്ടമായി അല്ലല്ലോ കാണുന്നത്, പാകിസ്ഥാനെതിരായ പോരാട്ടമാണ്. കാരണം ഈ ഭീകരവാദികളിൽ ഏറ്റവും പ്രാധാന്യം അവരുടെ സൈന്യത്തിന്റെ തന്നെ മേധാവിയാണ്. അപ്പോൾ സ്വാഭാവികമായും അവിടെ നിന്ന് പ്രത്യാക്രമണം വീണ്ടും ഉണ്ടായാൽ വെടിനിർത്തൽ കൊണ്ട് വാസ്തവത്തിൽ എന്ത് പ്രയോജനം? വെടിനിർത്തൽ കേന്ദ്ര സർക്കാർ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമല്ല. ഇപ്പം വിക്രം മിശ്രയുടെ ഒരു ട്വീറ്റ് മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. വെടിനിർത്തൽ കൊണ്ട് ഭീകരവാദികൾക്കെതിരായിട്ടുള്ള യുദ്ധം അവസാനിപ്പിച്ചിട്ടില്ല, അവർക്കെതിരായിട്ടുള്ള മുന്നോട്ട് പോക്ക് തന്നെയാണ്, അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാനുള്ള നീക്കം തന്നെയാണ് ഞങ്ങൾ നടത്തുക എന്നാണ് മിശ്രി പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു നിലപാടല്ലാതെ കേന്ദ്ര സർക്കാർ ഇപ്പോഴും എങ്ങനെയാണ് ഇന്ത്യയുടെ പഹൽഗാം പോലുള്ള ഒരു പ്രദേശത്ത് വളരെ ഹൈലി സെക്യൂരിറ്റി ഏരിയ ആയിരിക്കുന്ന ഒരു പ്രദേശത്തേക്ക് തീവ്രവാദികൾ കടന്നു വന്ന് നിരപരാധികളായ വിനോദസഞ്ചാരികളെ 26 പേരെ കൂട്ടക്കൊല ചെയ്തു. ആ കൂട്ടക്കൊല ഉത്തരവാദികളായ ആളുകളെ നമുക്ക് പിടിക്കാൻ കഴിഞ്ഞോ, നമ്മുടെ കയ്യിലെത്തിക്കാൻ കഴിഞ്ഞോ? നമുക്ക് ആ രീതിയിൽ ഭീകരവാദ കേന്ദ്രങ്ങളിൽ നമ്മൾ നടത്തിയ അറ്റാക്കിന്റെ ഭാഗമായിട്ട് അവരെ ഇല്ലാതാക്കാൻ കഴിഞ്ഞു? ഈ കാര്യത്തിൽ ഇതുവരെ ഒരു വിശദീകരണമില്ല. അപ്പൊ ഈ രാജ്യത്തെ പാവപ്പെട്ട ആളുകളുടെ ജീവനെടുത്ത, അങ്ങനെ ഈ രാജ്യത്ത് മതപരമായ വിഭജനം ഉണ്ടാക്കാൻ വളരെ ആസൂത്രിതമായി ശ്രമിച്ച ശക്തികൾക്കെതിരായിട്ട് എന്ത് നിലപാട് സ്വീകരിച്ചു? ഏത് രീതിയിൽ ആ ഓപ്പറേഷൻ മുന്നോട്ട് പോയി? ഇതാണ് ഓപ്പറേഷൻ സിന്ധു വിശദീകരിക്കേണ്ടത്. അല്ലാതെ എന്താണ് വളരെ വൈകാരികമായി മോഡി രാജ്യത്ത് വലിയ യുദ്ധം നടത്തി വലിയ ആളാവുകയാണ് എന്ന രീതിയിൽ സാധാരണ BJP-ക്കാർ, അത് കൃഷ്ണദാസ് മനസ്സിലാക്കേണ്ടതുണ്ട്. സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഈ വിഷയത്തെ അങ്ങേയറ്റം മതപരമാക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഒരു കാര്യം നമ്മൾ ഉറപ്പിച്ച് പറയണം, മോഡിക്ക് ആരാണ്? മൈ ഡിയർ ഫ്രണ്ട് ആണ് ഈ ട്രംപ്. ഡിയർ ഫ്രണ്ട് മാത്രമല്ല, മൈ ഗ്രേറ്റ് ഫ്രണ്ട് ആണ് ട്രംപ്. അപ്പൊ ട്രംപ് 48 മണിക്കൂർ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിയും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയും പാകിസ്ഥാനിലെ വിദേശകാര്യ സെക്രട്ടറിയും ഒക്കെ ആയിട്ട് സുദീർഘമായ ചർച്ച നടത്തി. ആ ചർച്ചകളുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ വെടിനിർത്തലിലേക്ക് എത്തിയത്. ആ വെടിനിർത്തൽ ട്രംപ് ട്വീറ്റ് ചെയ്തതിന് ശേഷം ആദ്യം സ്ഥിരീകരിക്കുന്നത് പാകിസ്ഥാന്റെ വിദേശകാര്യ സെക്രട്ടറി, അത് കഴിഞ്ഞാണ് ഇന്ത്യ ഇത് സ്ഥിരീകരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഈ ട്രംപ് ഇതിൽ ഇടപെട്ടു എന്ന പ്രശ്നം ലോകം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. കാശ്മീർ പ്രശ്നം ഉണ്ടായ കാലം മുതൽ കാശ്മീർ ഇന്ത്യയുടെ കൂടെ ചേരണോ, അല്ല സ്വതന്ത്ര രാജ്യമായി നിൽക്കണോ, അല്ല പാകിസ്ഥാന്റെ ഭാഗമാണോ എന്ന തർക്കം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ഉടനെ ഉയർന്നു വന്ന വിഷയമാണ്. ആ വിഷയത്തോട് അമേരിക്ക അന്നു മുതൽ എടുത്തൊരു നിലപാടുണ്ട്. അന്നു മുതൽ എടുത്ത നിലപാട് എന്താണ്? പാകിസ്ഥാനെ ഇന്ത്യയിൽ നിന്ന് ഭിന്നിപ്പിച്ച് നിർത്തുക എന്നുള്ള നിലപാടാണ്. അതിനുവേണ്ടി നേരിട്ട് അമേരിക്കൻ സൈനിക ഉദ്യോഗസ്ഥന്മാർ ഇടപെട്ടിട്ടുണ്ട് ഇന്ത്യയില്. പിന്നീട് ഈ ദക്ഷിണേഷ്യൻ മേഖലയിലെ CIA ജോൺ ഡളസ് CIA മേധാവിയായിരിക്കുമ്പോൾ പാകിസ്ഥാനെ ഇന്ത്യ വിരുദ്ധമായി നിർത്തിക്കൊണ്ട് ഇന്ത്യയുടെ ചേരിചേരാ നയം അത് വലിയ ഭീഷണിയായിരുന്നു. സോവിയറ്റ് അനുകൂലമായ ഒരു നിലപാട് ഇന്ത്യ സ്വീകരിക്കുന്നു. അത് ഈ മേഖലയിൽ അമേരിക്കൻ താല്പര്യങ്ങൾക്കെതിരാണ്. അതുകൊണ്ട് പാകിസ്ഥാനെ ഇന്ത്യ വിരുദ്ധമായി നിലനിർത്തുക എന്നുള്ളത് എക്കാലത്തെയും അമേരിക്കയുടെ ഒരു തന്ത്രമായിരുന്നു. പാകിസ്ഥാനെ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് അഫ്ഗാനിസ്ഥാനിൽ അധികാരത്തിൽ വന്നപ്പോൾ അതിനെ അട്ടിമറിക്കാനുള്ള മുജാഹിദീൻ മിലിറ്ററിയെ അന്നത്തെ സിയാഹുൽ ഹക്കിന്റെ ഭരണകൂടത്തിന്റെ സഹായത്തോടുകൂടി വളർത്തിയെടുത്തത്, പരിശീലിപ്പിച്ചെടുത്തത് CIA ആണ്. ഈ ഒസാമ ബിൻ ലാദൻ പോലും നമ്മൾ അറിയേണ്ടത്, ഒസാമ ബിൻ ലാദൻ പോലും സ്കൂൾ ഓഫ് അമേരിക്കസിൽ പഠിപ്പിച്ചിട്ട് ഭീകരവാദികൾക്ക് സൈനിക നേതൃത്വം കൊണ്ടുവരാൻ വേണ്ടി